കേരളം കാത്തിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു. റിപ്പോർട്ട് പുറത്തുവരുന്നതിനെതിരെ നടി രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയതോടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും സർക്കാരിന് നീങ്ങുകയായിരുന്നു. അതോടെ നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ടു. സിനിമാ മേഖലയിൽ നടക്കുന്ന പണക്കൊഴുപ്പിൻ്റെയും അധികാരത്തിൻ്റെയും അതിപ്രസരം ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. മലയാള സിനിമയിൽ ഒരവസരത്തിന് വേണ്ടി സിനിമയുടെ ഉന്നതന്മാർക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്ക് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട്. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കം തന്നെ മുന്നിലുണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും വരെ നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു. സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളായ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്നത് കടുത്ത വിവേചനമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. സ്ത്രീകളായ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും വഴങ്ങിയാൽ മാത്രമേ അവസരം നൽകുകയുള്ളൂവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ലൈംഗിക ചൂഷണത്തിന് പുറമെ മാന്യമായ പ്രതിഫലം പോലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും പറഞ്ഞ തുക ലഭിക്കാറില്ല എന്ന് മാത്രമല്ല, ഇടനിലക്കാർ ആ തുക കൈക്കലാക്കുകയും ചെയ്യുന്നു. ആവശ്യത്തിൽ കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ വിളിച്ചു വരുത്തി പലപ്പോഴും അവർക്ക് അവസരം നൽകാതെ മാറ്റി നിർത്തുമെന്നും പറയുകയാണ്. എന്നാൽ അവർക്ക് തിരികെ പോകാനും അനുവാദമുണ്ടാകില്ല എന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പരാതി പറയാൻ യാതൊരു സംവിധാനവും ഈ മേഖലയിൽ ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ അവസരങ്ങൾ ലഭിക്കില്ല എന്ന് പേടിപ്പിക്കുകയും ചെയ്യുന്നു എന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എത്ര ഭീകരമാണ് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം സിനിമാ മേഖലയിൽ, അതും മലയാള സിനിമാ മേഖലയിൽ എന്നുള്ളത് വളരെ വ്യക്തമായി പുറത്തുവിട്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി. അതായത് 233 പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് എത്തിയത്. ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. മലയാള സിനിമയിൽ എല്ലാവരും സംശയിച്ചതുപോലെ തന്നെ സ്ത്രീകൾ വലിയ രീതിയിൽ പീഡനം നേരിടുകയാണ്. ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതിനു പിന്നിൽ ഉന്നതർ തന്നെയാണെന്ന സൂചന കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നത്.